നമ്മുടെ ഈ അതിരൂപതയെ പറ്റി ഓർക്കുമ്പോൾ ഒരുപാട് ദുഃഖം തോന്നുകയാണ്. കാരണം നമ്മൾ ബലിയർപ്പണത്തിൻ്റെ കാര്യത്തിൽ ഒരുപാട് വ്യതിചലിച്ചു പോകുന്നു, ദൈവത്തിൻ്റെ ഇടത്തിൽ നിന്ന് അകന്നു പോകുന്നു. നമ്മുടെ ബലിയർപ്പണം എന്ന് പറയുന്നത് ഗാൽത്തായിലെ അർപ്പണം മാത്രമല്ല, ജീവിതകാലം മുഴുവനും കർത്താവിനോടുള്ള, പിതാവായ ദൈവത്തോടുള്ള, സഭയോടുള്ള ആ അനുസരണത്തിൻ്റെ ആ അനുഭവത്തിലേക്ക് നമ്മൾ എത്തുമ്പോഴാണ് നമ്മുടെ ബലിയർപ്പണം അനുഗ്രഹമാകുക. ബലിയർപ്പണത്തിൽ അനുസരണമെന്ന ആ ഒരു ഘടകം നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ നമ്മുടെ പൗരോഹിത്യ ജീവിതം തന്നെ ഒരു അർത്ഥശൂന്യമാകും. ഈ അനുസരണമാകുന്ന ചരട് പൊട്ടിപ്പോയി കഴിഞ്ഞാൽ സർവത്ര തകരാറിലാവും. എല്ലാ ധാർമ്മിക മൂല്യങ്ങളും തകിടം മറിയും. ദൈവത്തോടും സഭയോടും മാർപ്പാപ്പയോടും മെത്രാപ്പൊലീത്തയോടുമെല്ലാം വിധേയപ്പെട്ട് അനുസരിച്ചു കൊള്ളാം എന്ന് നടത്തിയ ആ പ്രഖ്യാപനം അതൊരു തമാശയായിട്ട് തള്ളിക്കളയാതെ, അതിന് കാറ്റ് പറത്തി കളയാതെ, അത് തൻ്റെ ജീവിതത്തിൻ്റെ ഒരു അവിഭാജ്യ ഘടകമായിട്ട് ഹൃദയത്തിൽ സൂക്ഷിച്ച് ജീവിച്ചെങ്കിലേ കർത്താവ് സുവിശേഷത്തിൽ പറയുന്നത് പോലെ ഭൂമിയുടെ ഉപ്പായിട്ട് മാറാൻ സാധിക്കുകയുള്ളൂ. കാലങ്ങൾ കഴിയുമ്പോൾ ഈ അതിരൂപതയിലെ വൈദികർ സഭയ്ക്ക്, സമൂഹത്തിന് ഏറ്റവും വലിയ പ്രേക്ഷിതരെന്ന വലിയ അഭിമാനത്തിൻ്റെ അവസ്ഥയിലേക്ക് എത്തുന്ന സാഹചര്യം ഉണ്ടാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. കത്തോലിക്കാ സഭയിലെ 24 വ്യക്തിസഭകളും അവരുടേതായ തനതായ പാരമ്പര്യങ്ങളെ നിലനിർത്തി വളർത്തി വരുമ്പോഴാണ് സഭയുടെ ആ കൂട്ടായ്മ മനോഹരമാകുക. മാർപ്പാപ്പ അതിനെ പറയുന്നുണ്ട്, നിങ്ങൾ നിങ്ങളുടെ സഭയുടേതായ പാരമ്പര്യങ്ങളനുസരിച്ച് അത് നിങ്ങൾ നടത്തണമെന്ന്. അപ്പോൾ പിന്നെ ചിലർ പറയുന്നത്, ഞങ്ങളുടെ മാർപ്പാപ്പ ചൊല്ലുന്നത് പോലെ ഞങ്ങൾ ചൊല്ലുന്നത്. അങ്ങനെ പറയുന്നതിന് അർത്ഥമില്ല. മാർപ്പാപ്പ പോലും അത് ആഗ്രഹിക്കുന്നുമില്ല, അങ്ങനെ ചൊല്ലാണ്ട് പറയുന്നുമില്ല. ഈ കുർബാന അർപ്പണം, കർമ്മങ്ങൾ നടന്നാൽ കുർബാന അർപ്പണം ഇപ്പോൾ വാലിഡാണെന്ന് പറയും, പക്ഷേ കൃപയുണ്ടായിരിക്കില്ല. കർമ്മങ്ങളെല്ലാം നടക്കും, പക്ഷെ കൃപയില്ലാത്ത കർമ്മങ്ങൾ. ഇപ്പോൾ ചൂടില്ലാത്ത തീ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? മധുരമില്ലാത്ത തേനെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? സൗരഭ്യമില്ലാത്ത പുഷ്പങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇതുപോലെ കർമ്മങ്ങളെല്ലാം നടക്കും, പക്ഷെ കൃപയില്ലാത്ത കർമ്മങ്ങൾ. 51 വർഷമായി വൈദികനായിട്ട്. കഴിഞ്ഞ 50 വർഷത്തേക്ക് നോക്കുമ്പോൾ നിറഞ്ഞ സംതൃപ്തിയാണ്. കാരണം കർത്താവ് എന്നെ അനുഗ്രഹത്തിൻ്റെ വഴിയിലൂടെ കൈപിടിച്ച് നടത്തി. ഇപ്പോൾ 1 വർഷമായിട്ട് ഞാൻ വളരെ ദുഃഖാർത്ഥനാണ്. കാരണം നമ്മുടെ വൈദികർ പലരും ലഭിക്കേണ്ട അനുഗ്രഹം ലഭിക്കാതെ പോകുന്നു. കാരണം സഭയോടും സഭ അധികാരികളോടുമുള്ള ആ ഒരു വിധേയത്വമില്ലായ്മ, അനുസരണയില്ലായ്മ മൂലം അവർക്ക് അവർ ശുശ്രൂഷ ചെയ്യുന്ന ഇടവേളിലും ലഭിക്കേണ്ട അനുഗ്രഹം ലഭിക്കാതെ പോകുന്നതിന് ഓർത്ത് ഞാൻ ഇന്ന് വളരെ ദുഃഖിച്ച ഓരോ ദിവസം കഴിയുക. ചില ഭരണ പള്ളികളിലൊക്കെ ഭരണവികാരിമാർ ഇവരെ നിർബന്ധമായിട്ടും കൂട്ടം വിട്ട് ഒരുമിച്ച് നിൽക്കണം, ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം എന്ന് പറഞ്ഞൊക്കെ അവരെ ഇങ്ങനെ പേരിപ്പിച്ച് നിരന്തരം ഫോഴ്സ് ചെലുത്തിക്കൊണ്ടിരിക്കുന്നതായിട്ട് അറിയുന്നു. അപ്പം അതുകൊണ്ടുകൂടിയൊക്കെ പേടിച്ചിട്ട് അധികം കൊച്ചന്മാരൊക്കെ ഈ ഭരണവികാരിയും മറ്റുള്ള കൂട്ടായ്മയിൽ എല്ലാവരും കൂടി ഇങ്ങനെ ഭീഷണിപ്പെടുത്തുമ്പോഴേക്കും അതിൽ നിന്ന് പിന്തിരിഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവിക്കാൻ പോകുന്നത് എന്നൊക്കെ ഉള്ള ഒരു ആകുലതയിൽ അവരിങ്ങനെ വീണ്ടും ആ പഴയ അനുസരണക്കേട്ടിൻ്റെ ശൈലി തന്നെ തുടരുന്നതായിട്ട് എനിക്ക് തോന്നുന്നു. സ്വാഗതം. പ്രത്യേകിച്ച് നമുക്കറിയാം, ഈ കുർബാന ഏകീകരണ വിഷയവുമായി ബന്ധപ്പെട്ട് എറണാകുളം, അങ്കമാലി അതിരൂപതയിലെ പ്രതിസന്ധികൾ രൂക്ഷമായിക്കൊണ്ടിരിക്കുക. രൂപതയിലൊരു വളരെയധികം ഒരു സീനിയറായിട്ടുള്ളൊരു വൈദികൻ എന്ന നിലയിൽ ഈ ഒരു പ്രതിസന്ധികൾ അച്ഛൻ എങ്ങനെ നോക്കിക്കാണുന്നു? ഈശോമിശിഹായിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ഇന്ന് സിറോ മലബാർ സഭയിലെ നമ്മുടെ എറണാകുളം, അങ്കമാലി അതിരൂപത ബലിയർപ്പണത്തിൻ്റെ പേരിൽ ഒരു വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന ആ ഒരു ദുഃഖത്തിൻ്റെ അനുഭവത്തിലായിപ്പോൾ ഞാനും നിങ്ങളെല്ലാവരും ഇരിക്കുന്നതെന്ന് ഞാൻ കരുതുന്നു. ഞാൻ വൈദികനായിട്ട് 51 വർഷം കഴിഞ്ഞു. കഴിഞ്ഞ 50 വർഷങ്ങളിൽ ആയിട്ട് 12 ഇടവകളിലൂടെ കടന്നു പോരാൻ കർത്താവ് അനുവദിച്ചു. ഈ 12 ഇടവകളിലൂടെയും കടന്നു പോന്നപ്പോൾ എനിക്കുണ്ടായ അനുഭവം, പരിശുദ്ധ കുർബാനയാണ് എന്നെ കൈപിടിച്ച് നടത്തി ഒരു വലിയ അനുഗ്രഹത്തിൻ്റെ നിറവിലേക്ക് എത്തിച്ചത് എന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുകയാണ്. കാരണം കടന്നു പോകുന്ന പള്ളികളിലും ജനത്തിന് ഒരുപാട് കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും രോഗങ്ങളും പ്രതിസന്ധികളും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും തകർച്ചകളും എല്ലാം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അവിടെയെല്ലാം അത്ഭുതകരമായ വിധത്തിൽ
സന്തോഷത്തോടും സമാധാനത്തോടും കൂടി ഇടവജനത്തെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് അടുപ്പിക്കാനും വളർത്താനും അങ്ങനെ എല്ലാ ഇടവുകളിലും ഒരു വസന്തകാല അനുഭവം പോലെ പോകാൻ സാധിച്ചു. അതൊരു വലിയ രഹസ്യമാണ്. എന്താണ് ആ രഹസ്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വിശുദ്ധ കുർബാനയാകുന്ന ആ ദിവ്യശക്തിയാണ് എന്നെ നയിച്ചത്. ആ ദിവ്യശക്തിയിലേക്കാണ് ദൈവമക്കളെ നയിക്കാൻ ഞാൻ രാവും പകലും എന്ന പോലെ കഷ്ടപ്പെട്ടുകൊണ്ടിരുന്നത്. ഇതിൻ്റെയൊക്കെ ഈ അനുഭവത്തിൽ എനിക്ക് പറയാൻ സാധിക്കുന്നത്, നമ്മുടെ സഭാപിതാക്കന്മാർ പറഞ്ഞു വച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ എത്രമാത്രം സത്യമാണെന്ന് ഞാൻ ബോധ്യപ്പെടുകയാണ്. ആരാധനാക്രമത്തെക്കുറിച്ചുള്ള രണ്ടാം വത്തിക്കാൻ കൗൺസിലിൻ്റെ 10ാമത്തെ ഖണ്ഡികയിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. വിശുദ്ധ കുർബാനയിൽ നിന്ന്, ഒരു ഉറവയിൽ നിന്ന് എന്ന പോലെ ദൈവത്തിൻ്റെ കൃപാവരം നമ്മുടെ ജീവിതത്തിലേക്ക് ഒഴുകി വരുന്നുവെന്ന്. ഈ പ്രസ്താവന എൻ്റെ 50 വർഷത്തെ ഇടവ ജീവിതത്തിൽ 100% എനിക്ക് ബോധ്യപ്പെട്ട ഒരു സത്യമാണ്. അപ്പോൾ പരിശുദ്ധ കുർബാനയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ വലിയ ശക്തി. നമ്മുടെ ഇടവകളെ മുഴുവനെയും അനുഗ്രഹസമ്പന്നമാക്കുന്നത് പരിശുദ്ധ കുർബാനയാണ്. ഇത് പറയുമ്പോൾ വേദപുസ്തകത്തിൽ നമ്മൾ കാണുന്ന ആദ്യത്തെ ബലിയർപ്പണം കായേനും ആബേലും അർപ്പിച്ച ബലിയർപ്പണമാണ്. ആബേലിൻ്റെ ബലി ദൈവത്തിന് പ്രീതികരമായിരുന്നു. ദൈവം ആഗ്രഹിച്ച പോലെയാണ് ആബേൽ ബലിയർപ്പിച്ചത്. അതുകൊണ്ട് ആബേലിൻ്റെ ബലി ദൈവം സംപ്രീതനായി. എന്നാൽ കായേൻ്റെ ബലി അപ്രകാരമായിരുന്നില്ല. ദൈവം ആഗ്രഹിച്ചതുപോലെ ആയിരുന്നില്ല, താൻ ആഗ്രഹിച്ചതുപോലെയാണ് നടത്തിയത്. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? അനുഗ്രഹമാകേണ്ട ബലി ശാപമായി മാറി. ബലിയർപ്പണം കഴിഞ്ഞ ബലിയർപ്പണം കഴിഞ്ഞ ആ കായൻ സ്വന്തം സഹോദരനെ കൊല ചെയ്യുകയാണ് ചെയ്തത്. എന്ന് മാത്രമല്ല, ശാപത്തിൻ്റെ ചുരുളുകൾ കായൻ്റെ മേൽ ഒന്നിനു പുറകെ ഒന്നായിട്ട് വരാൻ തുടങ്ങി. ദൈവം കായനോട് പറഞ്ഞു, നിൻ്റെ സഹോദരൻ്റെ രക്തത്തിന് വേണ്ടി വാ പിളർന്ന ഭൂമിയിൽ നീ ശപിക്കപ്പെട്ടവനായിരിക്കും. തീർന്നില്ല, നീ അധ്വാനിക്കുന്ന ഭൂമി നിനക്ക് ബലം തരികയില്ല. ഇങ്ങനെ ശാപത്തിൻ്റെ ചുരുളുകൾ ഒന്നൊന്നായിട്ട് കായൻ്റെ മേൽ വന്നുകൂടാൻ തുടങ്ങി. എന്തുകൊണ്ടാണ്? കായൻ ബലിയർപ്പിച്ചുവെങ്കിലും ദൈവത്തിന് ഹിതമല്ലാത്ത വിധത്തിൽ അർപ്പിച്ച ബലിയുടെ ആ മറുവശമാണ് കാണുന്നത്. ഇത് വെച്ച് ഞാനിപ്പോൾ ചിന്തിക്കുമ്പോഴാണ് നമ്മുടെ ഈ അതിരൂപതയെപ്പറ്റി ഓർക്കുമ്പോൾ ഒരുപാട് ദുഃഖം തോന്നുകയാണ്. കാരണം നമ്മൾ ബലിയർപ്പണത്തിൻ്റെ കാര്യത്തിൽ ഒരുപാട് വ്യതിചലിച്ചു പോകുന്നു, ദൈവത്തിൻ്റെ ഹിതത്തിൽ നിന്ന് അകന്നു പോകുന്നു. നമ്മൾ പരിശുദ്ധ കുർബാന അർപ്പിക്കുന്ന കർത്താവിൻ്റെ ബലി, അതാണ് നമ്മൾ വിശ്വസിക്കുന്നത്. കർത്താവിൻ്റെ ബലിയർപ്പണം എന്ന് പറയുന്നത് ഗാകുൽത്തായിൽ മാത്രം നടന്ന ഒരു സംഭവവികാസം അല്ല എന്ന് നമുക്കറിയാം. കർത്താവിൻ്റെ മനുഷ്യാവതാരം മുതൽ മരണത്തിൻ്റെ അവസാന നിമിഷം വരെയുള്ള ആ ജീവിതം മുഴുവനും ഒരു ബലിയർപ്പണ ജീവിതമായിരുന്നു. ആ ബലിയർപ്പണത്തിൽ എന്താണ് അതിൻ്റെ യഥാർത്ഥ മറുവശം എന്തായിരുന്നു? തന്നെ അയച്ച പിതാവിനോട് പരിപൂർണമായും അനുസരണത്തിൻ്റെ ആ സമർപ്പണമായിരുന്നു. അതുകൊണ്ടാണ് കർത്താവ് അത് പല പ്രാവശ്യം പറയുന്നുണ്ട്, ഞാൻ സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്നത് എൻ്റെ ഇഷ്ടം നിറവേറ്റാനല്ല, എന്നെ അയച്ച എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റാനാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇത് കർത്താവ് പല പ്രാവശ്യം ആവർത്തിക്കുമായിരുന്നു. ഇനി അവസാനം തൻ്റെ കുരിശിലെ ബലിയർപ്പണത്തിനായിട്ട് അവിടുന്ന് പ്രാർത്ഥിച്ച് ഒരുങ്ങുമ്പോൾ നമ്മളെന്താ കാണുന്നത്? ഗെത്സമേൻ തോട്ടത്തിൽ താൻ സഹിക്കാൻ പോകുന്ന പീഡകളെല്ലാം അവിടുന്ന് മനസ്സിൽ കണ്ടുകൊണ്ട് മനുഷ്യനെന്ന നിലയിൽ
അവിടുന്ന് പിതാവിനോട് പ്രാർത്ഥിക്കുകയാണ്, പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നെ ഇന്ന് മാറ്റി തരണമേ. ഉടനെ കൂട്ടിച്ചേർക്കെങ്കിൽ എൻ്റെ ഇഷ്ടമല്ല, അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ. ആ പിതാവിൻ്റെ ഇഷ്ടത്തിൽ തന്നെ പരിപൂർണമായി സമർപ്പിച്ചതിൻ്റെ ആ പൂർത്തീകരണമാണ് ഗാൽത്തായിൽ ഈശോ പൂർത്തിയാക്കിയ ബലി. ഇത് വെച്ച് നമുക്ക് ചിന്തിക്കാൻ സാധിക്കണം, നമ്മുടെ ബലിയർപ്പണം എന്ന് പറയുന്നത് ഗാൽത്തായിലെ അർപ്പണം മാത്രമല്ല, ജീവിതകാലം മുഴുവനും കർത്താവിനോടുള്ള, പിതാവായ ദൈവത്തോടുള്ള, സഭയോടുള്ള ആ അനുസരണത്തിൻ്റെ ആ അനുഭവത്തിലേക്ക് നമ്മൾ എത്തുമ്പോഴാണ് നമ്മുടെ ബലിയർപ്പണം അനുഗ്രഹമാകുക. ഇനി ഈ ബലിയർപ്പണത്തിൽ അനുസരണമെന്ന ആ ഒരു ഘടകം നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ നമ്മുടെ പൗരോഹിത്യ ജീവിതം തന്നെ ഒരു അർത്ഥശൂന്യമാകും. അതുകൊണ്ടാണ് പൗരോഹിത്യം സ്വീകരിക്കുന്ന സമയത്ത് മെത്രാൻ്റെ മുമ്പിൽ മുട്ടുകുത്തി വലതു കൈ വേദപുസ്തകത്തിൽ തൊട്ടുകൊണ്ട് ചെയ്യുന്ന പ്രഖ്യാപനം. വിശുദ്ധ പത്രോസിന് പിൻഗാമിയായ മാർപ്പാപ്പയെയും അതിരൂപത അധ്യക്ഷനെയും പൂർണ്ണ ഹൃദയത്തോടെ അനുസരിച്ചു കൊള്ളാം എന്ന് പ്രഖ്യാപനം ചെയ്തുകൊണ്ടാണ് ആ പൗരോഹിത്യ ശുശ്രൂഷയുടെ തിരുക്കർമ്മങ്ങൾ ആരംഭിക്കുക. അങ്ങനെ പുരോഹിതൻ്റെ ജീവിതവും ഈശോയെപ്പോലെ തന്നെ ജീവിതകാലം മുഴുവനും മിശിഹായോടും അവിടുത്തെ ദൃശ്യ സാന്നിധ്യമായ സഭയോടും സഭയെ നയിക്കുന്ന മാർപ്പാപ്പയോടും മെത്രാപ്പൊലീത്തയോടെല്ലാം വിധേയത്വവും അനുസരണവും പുലർത്തുമ്പോഴാണ് പൗരോഹിത്യ ജീവിതം തന്നെ തിളങ്ങുന്ന അനുഗ്രഹദായകമായ ഒരു ജീവിതമായിട്ട് മാറുക. ഈ ബലിയർപ്പണത്തിൻ്റെ പ്രധാന ഘടകം, അതിൻ്റെ എസൻഷ്യലായിട്ടുള്ള ഭാഗം അനുസരണമാണെന്ന് നമ്മൾ പറഞ്ഞു. ഈ അനുസരണം ഒരു ചരടാണ്. ഈ അനുസരണമാകുന്ന ചരട് പൊട്ടിപ്പോയി കഴിഞ്ഞാൽ സർവത്ര തകരാറിലാവും. എല്ലാ ധാർമ്മിക മൂല്യങ്ങളും തകിടം മറിയും. നമ്മുടെ സഭയുടെ ഏറ്റവും ചെറിയ യൂണിറ്റ് എന്ന് പറയാവുന്ന നമ്മുടെ കുടുംബവും നമ്മുടെ സമൂഹവും നമ്മുടെ ഇടവകയും എല്ലാ പ്രസ്ഥാനങ്ങളും എല്ലാം തകിടം മറിയും അനുസരണമാകുന്ന ആ ചരട് പൊട്ടിപ്പോയി കഴിഞ്ഞാൽ. എന്നാൽ ഈ ചരട് പൊട്ടിപ്പോകുന്ന സമൂഹത്തെ, വ്യക്തികളെ, ഇടവകയെ എല്ലാം നേരായ വഴിയിലൂടെ കൊണ്ടുവന്ന് വീണ്ടും അനുഗ്രഹത്തിൻ്റെ സമാധാനത്തിൻ്റെ പാതയിലേക്ക് എത്തിക്കുവാൻ വേണ്ടിയിട്ടാണ് കർത്താവിൻ്റെ പുരോഹിതന്മാരായിട്ട് വൈദികർ അഭിഷിക്തരാകുന്നത്. അങ്ങനെ അഭിഷിക്തരാകുന്ന വൈദികരെ ദൈവമായ കർത്താവ് പറഞ്ഞതുപോലെ തന്നെ ഈ ജനത്തോട് പറയാൻ ആ വൈദികർക്ക് സാധിക്കണം, നിങ്ങൾ എന്നെ കണ്ടു പഠിക്കുക. ദൈവമായ കർത്താവ് തകിടം മറിഞ്ഞ ജനത്തിൻ്റെ മുമ്പിൽ അവിടെ തന്നെയാണ് അവതരിപ്പിച്ചത്, നിങ്ങൾ എന്നെ കണ്ടു പഠിക്കുക. ഈ കർത്താവിൻ്റെ പുരോഹിതന്മാരായിട്ട് അഭിഷിക്തരാകുന്ന വൈദികർക്ക് തകിടം മറിഞ്ഞു പോകുന്ന, ധാർമ്മിക മൂല്യങ്ങളിൽ നിന്ന് വ്യതിചലിച്ചു പോകുന്ന ജനത്തോട് ഇത് തന്നെ പറയാൻ സാധിക്കണം, നിങ്ങൾ എന്നെ കണ്ടു പഠിക്കുക. അങ്ങനെ കണ്ടുപഠിക്കാൻ പറയണമെങ്കിൽ വൈദികർ തിരുപ്പെട്ട സമയത്ത് ദൈവത്തോടും സഭയോടും മാർപ്പാപ്പയോടും മെത്രാപ്പൊലീത്തയോടുമെല്ലാം വിധേയപ്പെട്ട് അനുസരിച്ചു കൊള്ളാം എന്ന് നടത്തിയ ആ പ്രഖ്യാപനം അതൊരു തമാശയായിട്ട് തള്ളിക്കളയാതെ, അതിന് കാറ്റ് പറത്തി കളയാതെ, അത് തൻ്റെ ജീവിതത്തിൻ്റെ ഒരു അവിഭാജ്യ ഘടകമായിട്ട് ഹൃദയത്തിൽ സൂക്ഷിച്ച് ജീവിച്ചെങ്കിലേ ആ പൗരോഹിത്യത്തിന് നിവർന്നു നിന്നുകൊണ്ട് ജനത്തോട് കർത്താവിൻ്റെ പുരോഹിത നിലയിൽ ആ ജനത്തെ ധാർമ്മിക മൂല്യങ്ങളിലേക്ക് അവരടുപ്പിക്കാനും അവരുടെ മുമ്പിൽ നിന്ന് അവർക്ക് മാതൃക കൊടുക്കാനും സാധിച്ചുകൊണ്ട് കർത്താവ് സുവിശേഷത്തിൽ പറയുന്നത് പോലെ ഭൂമിയുടെ ഉപ്പായിട്ട് മാറാൻ സാധിക്കുകയുള്ളൂ. കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശമാകണം, നിങ്ങൾ ഭൂമിയുടെ ഉപ്പായിരിക്കണം. എന്നിട്ട് കർത്താവ് എന്താ, ഉപ്പ് നല്ലതാണ്, പക്ഷെ ഉറ കെട്ടുപോയാൽ
അത് വഴിയിലെറിയപ്പെട്ട് മനുഷ്യരാൽ ചവിട്ടപ്പെടാനല്ലാതെ ഒന്നിനും അത് ഉപകരിക്കുകയില്ല. അപ്പോൾ പുരോഹിതന്മാരായ നമ്മുടെ ജീവിതത്തിൽ, വൈദികരുടെ ജീവിതത്തിൽ അനുസരണമാകുന്ന ആ വലിയ ധാർമ്മിക ശക്തി കൈമോശം സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ പുരോഹിത ജീവിതം അർത്ഥശൂന്യമായ ഒരു ജീവിതമാണ്. ഉറകെട്ട ഉപ്പായിട്ട് മാറും. ഉറകെട്ടവർക്ക് ഉറ കൂട്ടേണ്ടവരാണ് വൈദികർ. ഇരുളടഞ്ഞു പോയെടുത്ത് പ്രകാശം പരത്തേണ്ടവരാണ് വൈദികർ. അങ്ങനെ പ്രകാശം പരത്തേണ്ടവരും ഉറ കൂട്ടേണ്ടവരുമായവർ തന്നെ അവർ തന്നെ ഉറകെട്ടവരും പ്രകാശമില്ലാത്തവരും ആയി മാറിക്കഴിഞ്ഞാൽ പുരോഹിത ജീവിതം ഒരു അർത്ഥശൂന്യമായ ജീവിതമായിട്ട് മാറും. അതുകൊണ്ട് ഇന്നത്തെ പ്രതിസന്ധിയിൽ നമുക്ക് ചിന്തിക്കാൻ സാധിക്കണം. മനുഷ്യർ ബലഹീനരാണ്, പോരായ്മകളുണ്ടാകാം, കുറവുകളുണ്ടാകാം. പക്ഷെ എന്തെല്ലാം കുറവുകളും പോരായ്മകളുണ്ടെങ്കിലും നമ്മൾ ചരിത്രത്തിലേക്ക് കടന്നു നോക്കുമ്പോൾ ചരിത്രത്തിൽ തന്നെ തകർച്ചയുടെയും പാളിച്ചയുടെയും പരാജയത്തിൻ്റെയും കാലങ്ങളിലൂടെ സഭ കടന്നു പോന്നിട്ടുള്ളത്. പക്ഷെ ആ കാലങ്ങളിൽ സഭയുടെ ആദ്യകാലത്ത് തന്നെ, അപ്പസ്തോലന്മാരുടെ കാലത്ത് തന്നെ നമ്മൾ തകർച്ചയുടെ വലിയ ശക്തി കാണുന്നുണ്ട്. സാവൂള് കർത്താവിൻ്റെ സഭ വളരാൻ തുടങ്ങുന്ന സഭയെ വേരോടെ നുള്ളിക്കളയാൻ അഹോരാത്രം പരിശ്രമിച്ച ആ സാവൂള്, കർത്താവ് അത്ഭുതകരമായിട്ട് സാവൂളിനെ മാനസാന്തരത്തിലേക്ക് വിളിക്കുന്ന ആ സാവൂള് ഇതാ ഏറ്റവും വലിയ പ്രേക്ഷിതനായിട്ട് മാറുകയാണ്. ഒരു കാലത്ത് കർത്താവിൻ്റെ സഭയെ നശിപ്പിക്കാൻ വെമ്പൽ കൊണ്ട് നടന്ന സാവൂള് ഇതാ പിൽക്കാലത്തും മറ്റ് സ്ത്രീയന്മാരെക്കാൾ കൂടുതലായിട്ട് 51 രാജ്യങ്ങളിലാണ് കർത്താവിൻ്റെ സുവിശേഷവുമായിട്ട് ഓടിയെത്തി ഒരുപാട് സഹനങ്ങളും പീഡനങ്ങളും ഞെരുക്കങ്ങളും ഏറ്റെടുത്ത് അങ്ങനെ ഏറ്റവും വലിയ പ്രേക്ഷിതനായ വിജാതിയരുടെ അപ്പസ്തോലനായി മാറി. അപ്പം ഞാൻ പ്രതീക്ഷിക്കുന്നത് നമ്മുടെ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികർ ഇന്ന് പലരും ഒരുപാട് നമ്മുടെ വൈദികരെ പറ്റി ഒരുപാട് ആരോപണങ്ങൾ നടത്തുന്നുണ്ട്. പക്ഷെ ഇത് മാറി വരുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുക. കാലങ്ങൾ കഴിയുമ്പോൾ ഈ അതിരൂപതയിലെ വൈദികർ സഭയ്ക്ക്, സമൂഹത്തിന് ഏറ്റവും വലിയ പ്രേക്ഷിതരെന്ന വലിയ അഭിമാനത്തിൻ്റെ അവസ്ഥയിലേക്ക് എത്തുന്ന സാഹചര്യം ഉണ്ടാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഇന്നത്തെ ഈ അവസ്ഥകളെല്ലാം മാറും. ഇതൊരു മാനുഷികമായിട്ടുള്ള ചിന്താഗതിയുടെ ഒരു പരിണതഫലമാണ്. ഇവിടെ നമ്മുടെ സഭയെ നയിക്കുന്ന പരിശുദ്ധാത്മാവാണ്. ഈ അവസരത്തിൽ നമ്മൾ ചിന്തിക്കണം. ചിലരൊക്കെ ചോദിക്കാറുണ്ട്, ഞങ്ങൾ മാർപ്പാപ്പയുടെ കുർബാന അർപ്പിക്കും, മാർപ്പാപ്പ ചൊല്ലുന്ന പോലെ ചെല്ലുന്നു. അത് അങ്ങനെ ചൊല്ലാൻ മാർപ്പാപ്പ തന്നെ ആഗ്രഹിക്കുന്നില്ല. കാരണം നമ്മുടെ കത്തോലിക്കാ സഭ എന്ന് പറയുന്നത് ഒരു വലിയ ജനക്കൂട്ടമല്ല. നമുക്ക് എല്ലാവർക്കും അറിയാം, 24 വ്യക്തിസഭകളുടെ കൂട്ടായ്മയാണ്. ആ വ്യക്തിസഭകൾ ഓരോ സഭയ്ക്കും അതിൻ്റേതായിട്ടുള്ള പ്രത്യേകതകളുണ്ട്. ഓരോ വ്യക്തിസഭയും അതിനെ മറ്റൊന്ന് വ്യത്യസ്തമാക്കും. അതിൻ്റേതായ ദൈവശാസ്ത്രം, അതിൻ്റേതായിട്ടുള്ള ആധ്യാത്മികത, അതിൻ്റേതായിട്ടുള്ള ആരാധനക്രമം, അതിൻ്റേതായ ശിക്ഷണക്രമം, ഇങ്ങനെ ഓരോ വ്യക്തിസഭയ്ക്കും അതിൻ്റേതായ തനതായ ആരാധനക്രമവും ദൈവശാസ്ത്രവും ആധ്യാത്മികതയും ശിക്ഷണക്രമമൊക്കെ ഉണ്ടാകണം. അത് വേറൊരു സഭയെ കാണുന്നത് അതേപടി അന്തമായിട്ട് സ്വീകരിക്കാൻ മാർപ്പാപ്പ പോലും ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ടാണ് നമ്മുടെ പരിശുദ്ധ മാർപ്പാപ്പ ഫ്രാൻസിസ് മാർപ്പാപ്പ എത്ര പ്രാവശ്യം നമ്മുടെ അതിരൂപതയിലെ വൈദികർക്ക് തന്നെ മാർപ്പാപ്പ പ്രത്യേകമായിട്ട് അയച്ച കത്തി പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ നിങ്ങളുടെ സഭയോടും സിനഡിനോടും വിശ്വസ്ത പാലിക്കണം. അതാണ് ഞാൻ കുർബാന ചെല്ലുന്ന പോലെ ചില മാർപ്പാപ്പ ഒരിക്കലും പറഞ്ഞിട്ടില്ല. അങ്ങനെ ചെല്ലാൻ പാടില്ല. ഓരോ സഭയും അതിൻ്റേതായിട്ടുള്ള പാരമ്പര്യങ്ങൾ സംരക്ഷിക്കണം. അതാ മാർപ്പാപ്പ പറഞ്ഞിരിക്കുന്നത്. അത് ഓരോ സഭയ്ക്കും അതിൻ്റേതായ പാരമ്പര്യങ്ങൾ സംരക്ഷിക്കണമെന്ന് വത്തിക്കാൻ കൗൺസിൽ തന്നെ, രണ്ടാം വത്തിക്കാൻ കൗൺസിൽ തന്നെ എൻ്റെ പൗരോഹിത്യ സഭകളെക്കുറിച്ചുള്ള പ്രമാണ ഡിക്രിയിൽ 6ാമത്തെ കണ്ണിയൊരിടത്ത് പറയുന്നുണ്ട്, ഏതെങ്കിലും സഭകൾ കാലത്തിൻ്റെ ഗതിവിഗതികളിൽപ്പെട്ട് അവയുടേതായ പാരമ്പര്യത്തിൽ നിന്ന് വ്യതിചരിച്ച് പോയിട്ടുണ്ടെങ്കിൽ ആ സഭകൾ എത്രയും വേഗം അവരുടെ പൗരാണികമായ പാരമ്പര്യത്തിലേക്ക് തിരികെ വരേണ്ടവരാണെന്ന്. അപ്പോൾ സഭ തന്നെ ആഗ്രഹിക്കുന്നത് നമ്മുടെ എല്ലാ സഭകളും അവരുടേതായിട്ടുള്ള തനതായ പൗരാണിക പാരമ്പര്യം അവർ നിലനിർത്തണം, വളർത്തണം. എങ്കിലേ ആ സഭ അതുകൊണ്ട് സഭാപിതാക്കന്മാർ സഭയെപ്പറ്റി പറയുന്ന ഒരു വലിയ പൂന്തോട്ടമെന്നാണ്. നമ്മുടെ കത്തോലിക്കാ സഭ ഒരു വലിയ പൂന്തോട്ടമാണെങ്കിൽ
24 തരം പൂക്കളാണ് അവിടെ വിരിഞ്ഞു നിൽക്കുന്നത്. 24 വ്യക്തിസഭകൾ എന്ന് പറയുന്നത് ഒരു വലിയ പൂന്തോട്ടത്തിൽ 24 തരം പുഷ്പങ്ങൾ അവിടെ വിരിഞ്ഞു നിൽക്കുകയാണ്. അത് മനോഹരമാണ്. ആ ഒരു പുഷ്പം വേറെ പുഷ്പത്തെ കടന്നാക്രമിച്ച് കീഴ്പ്പെടുത്താൻ പാടില്ല. എല്ലാ പുഷ്പങ്ങളും ഒരുപോലെ വളർന്ന് വികസിച്ച് നിൽക്കുമ്പോഴാണ് ആ തോട്ടം മനോഹരമാകുന്നത്. ഇതുപോലെ കത്തോലിക്കാ സഭയിലെ 24 വ്യക്തിസഭകളും അവരുടേതായ തനതായ പാരമ്പര്യങ്ങളെ നിലനിർത്തി വളർത്തി വരുമ്പോഴാണ് സഭയുടെ ആ കൂട്ടായ്മ മനോഹരമാകുക. അപ്പോൾ ഈ ഒരു കാഴ്ചപ്പാട് നമുക്കുണ്ടാകണം. അല്ലാതെ നമ്മൾ മാർപ്പാപ്പ സാർവത്രിക സഭയുടെ തലവനാണ്, ഒപ്പം ലത്തീൻ സഭയുടെ പാത്രിയർക്കീസ് കൂടിയാണ്. അതുകൊണ്ടാണ് ലത്തീൻ സഭയുടെ ശൈലിയിൽ മാർപ്പാപ്പ ജനാഭിമുഖമായിട്ട് കുർബാന അർപ്പിക്കുന്നത്. നമ്മളതിനെ അന്ധമായിട്ട് അനുകരിക്കേണ്ട. മാർപ്പാപ്പ അതിനെ പറയുന്നുണ്ട്, നിങ്ങൾ നിങ്ങളുടെ സഭയുടേതായ പാരമ്പര്യങ്ങളനുസരിച്ച് അത് നിങ്ങൾ നടത്തണമെന്ന്. അപ്പോൾ പിന്നെ ചിലർ പറയുന്നത് ഞങ്ങളുടെ മാർപ്പാപ്പ ചൊല്ലുന്നത് പോലെ നിങ്ങൾ ചൊല്ലുന്നത്, അങ്ങനെ പറയുന്നതിന് അർത്ഥമില്ല. മാർപ്പാപ്പ പോലും അത് ആഗ്രഹിക്കുന്നുമില്ല, അങ്ങനെ ചൊല്ലാണ്ട് പറയുന്നുമില്ല. അത് ഒരു നമ്മുടെ ഒരു തെറ്റായ അല്ലെങ്കിൽ ഒരു അറിവില്ലായ്മ കൊണ്ടുള്ള ഒരു ചിന്തയാണത്. അപ്പം അതുകൊണ്ട് ഇന്ന് നമ്മുടെ സഭ മാർത്തോമാസിയായ സ്ഥാപിതമായി വളർന്നു വന്ന സഭ ഒരുപാട് ആത്മീയ ചിന്തകളുടെ സഭയാണ്, ആത്മീയ നിറവുള്ള സഭയാണ്. അത് വളർന്നു വരണമെങ്കിൽ നമ്മൾ ആ സഭയുടെ കൂട്ടായ്മയിലേക്ക് നമ്മൾ ഒരുമിച്ച് നിൽക്കണം. നമ്മൾ വേർപെട്ട് നിന്ന് കഴിഞ്ഞാൽ, ചിഹ്നച്ചിതിരി പോയി കഴിഞ്ഞാൽ അനുഗ്രഹം നഷ്ടപ്പെട്ട, ഞാൻ ആരംഭത്തിൽ പറഞ്ഞില്ലേ, ഈ കുർബാന അർപ്പണം കർമ്മങ്ങൾ നടന്നാൽ കുർബാന അർപ്പണം ഇപ്പോൾ വാലിഡാണെന്ന് പറയും, പക്ഷേ കൃപയുണ്ടായിരിക്കില്ല. കർമ്മങ്ങളെല്ലാം നടക്കും, പക്ഷെ കൃപയില്ലാത്ത കർമ്മങ്ങൾ. ഇപ്പോൾ ചൂടില്ലാത്ത തീ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? മധുരമില്ലാത്ത തേനെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? സൗരഭ്യമില്ലാത്ത പുഷ്പങ്ങളെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇതുപോലെ കർമ്മങ്ങളെല്ലാം നടക്കും, പക്ഷെ കൃപയില്ലാത്ത കർമ്മങ്ങൾ. അച്ഛൻ പറഞ്ഞ പോലെ ഇപ്പോൾ ഇല്ലിസിറ്റ് കുർബാന എന്നൊക്കെ പറയുന്ന അച്ഛൻ പറഞ്ഞ ഈ ഒരു ഉപമയോട് നമുക്ക് താരതമ്യം ചെയ്യാൻ പറ്റും അല്ലേ? ഇല്ലിസിറ്റ് കുർബാന എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു ചൂടില്ലാത്ത തീ, അല്ലെങ്കിൽ മധുരമില്ലാത്ത തേൻ, സൗരഭ്യമില്ലാത്ത പുഷ്പം എന്ന് പറയുന്നത് പോലെ കർമ്മങ്ങൾ നടക്കുന്നുണ്ട്, വാലിഡാണെന്ന് പറയുന്നു, പക്ഷേ അതുകൊണ്ട് യാതൊരു വിധത്തിലുള്ള കൃപയില്ല. കാരണം കൃപയുണ്ടാകണമെങ്കിൽ ദൈവഹിതത്തോട് പൂർണ്ണമായും നമ്മൾ വിധേയപ്പെട്ട് ജീവിക്കുകയും പ്രവർത്തിക്കുകയും അർപ്പിക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മുടെ കുർബാന അർപ്പണം കൃപ നിറഞ്ഞ അർപ്പണമായിട്ട് ദൈവജനത്തിന് അനുഗ്രഹമായിട്ട് സഭയ്ക്ക് വലിയൊരു സമ്പത്തായിട്ട് രൂപാന്തരപ്പെടുക. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രിയപ്പെട്ട അച്ഛന്മാരെ, നമ്മുടെ ആ പരിശുദ്ധ കുർബാന അർപ്പണത്തിലൂടെ നമ്മുടെ ഓരോ ഇടവയിലും അളവറ്റ അത്ഭുതങ്ങൾ നടക്കും. ഞാൻ എൻ്റെ 50 വർഷത്തെ ഇടവ ജീവിതത്തിലൂടെ ഞാൻ പറയുകയാണ്, ദൈവം നമ്മുടെ കുർബാന അർപ്പണത്തിൽ അത്ഭുതങ്ങൾ ദൈവം പ്രവർത്തിക്കും. കാരണം നമ്മൾ ബലഹീനരായ നമ്മൾ ദൈവത്തോടും സഭയോടും പരിപൂർണമായ വിശ്വസ്തയോടുകൂടി ആ ബലിയർപ്പണം നടത്തി കഴിഞ്ഞാൽ നമ്മുടെ കഴിവല്ല അവിടെ ബലിയായി തീർന്നത്. നമ്മുടെ ഹൃദയത്തിൻ്റെ ആ സമർപ്പണം കർത്താവ് സ്വീകരിച്ച് ജനത്തിന് അവിടെ അനുഗ്രഹത്തിൻ്റെ സമ്പന്നത കർത്താവ് വർഷിക്കും. അതുകൊണ്ട് നമ്മളെല്ലാവരും ചിന്തിക്കുക, നമ്മുടേതായ പരിമിതമായ ബുദ്ധി കൊണ്ടും പരിമിതമായ കഴിവുകൊണ്ടും ദൈവജനത്തെ ഇടവയോ ശക്തിപ്പെടുത്താമെന്നോ ശരിപ്പെടുത്താൻ വിചാരിച്ചു കഴിഞ്ഞാൽ അതെല്ലാം ശൂന്യമാണ്. നമ്മൾ വിചാരിക്കുന്നിടത്തൊന്നും കാര്യങ്ങൾ നടക്കില്ല. ദൈവത്തിന് അത്ഭുതകരമായ ഇടപെടൽ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ പ്രവർത്തനങ്ങളിൽ പൗരോഹിത്യ ശുശ്രൂഷ ഉണ്ടാകണമെങ്കിൽ തീർച്ചയായിട്ടും ദൈവത്തോടുള്ള വിധേയത്തിൽ ജീവിക്കുന്നവർക്കാണ് പൗരോഹിത്യ ജീവിതം ഒരു സമ്പൂർണമായ സന്തോഷത്തിൻ്റെ ജീവിതമായി തീരാൻ സാധിക്കുക. ഞാൻ തീർച്ചയായിട്ടും ഇന്ന് വൈദിക ജീവിതത്തിൻ്റെ കഴിഞ്ഞുപോയ 50 വർഷത്തേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഒരുപാട് സംതൃപ്തി കണ്ടെത്താൻ സാധിക്കുന്നുണ്ട്. തീർച്ചയായും ഒരിക്കലും എൻ്റെ യാതൊരു വിധത്തിലുള്ള കഴിവോ നേട്ടമോ ശക്തിയോ അല്ല. അധികം നാളുകൾ ഞാൻ രോഗിയായിരുന്നു. പക്ഷേ കർത്താവ് അത്ഭുതകരമായ പ്രവർത്തനങ്ങളിലൂടെ ഞാൻ കടന്നു പോകുന്ന 12 ഇടവകളിലും എന്നെ കർത്താവ് കൈപിടിച്ച് നടത്തി എന്ന് വേണം എനിക്ക് പറയാൻ. അച്ഛൻ പറഞ്ഞു ഇപ്പം 50 വർഷം അച്ഛൻ പൗരോഹിത്യ ജീവിതം പിന്നിടുന്നു. തീർച്ചയായും ഈ ഒരു സഭയോട് ചേർന്ന് നിന്നപ്പോൾ, അല്ലെങ്കിൽ സഭാധികാരികളോട് വിധേയത്വം പുലർത്തി, അതല്ലേ അച്ഛൻ്റെ ഒരു പൗരോഹിത്യ ജീവിതത്തിൻ്റെ സംതൃപ്തിയുടെ ഒരു പ്രധാനപ്പെട്ട ഘടകമായിട്ട് അച്ഛൻ കാണുന്നത്? കാരണം എൻ്റെ മേലധികാരികളുടെ പരിപൂർണമായ വിശ്വസ്തരോട് ഞാൻ ജീവിച്ചു. കാരണം ഞാൻ ഒരു ഉദാഹരണമല്ല, ഒരു സംഭവം. ഞാൻ മുട്ടത്തുപള്ളി കൊച്ചനായിട്ടിരിക്കുമ്പോൾ 3 വർഷം കൊച്ചനായിരിക്കുന്നത്. അപ്പോഴാണ് പാലക്കാട്ട് പിതാവ് എന്നെ വിളിച്ചിട്ട് കാര്യം പറയുകയാണ്, അവിടെ അതിരൂപതയുടെ തെക്കേറ്റത്ത് ഭാഗത്തായിട്ട് ഒരു പുതിയ ഇടവക ആരംഭിക്കണം, അവിടെ ഷെഡ് വെച്ച് കെട്ടിയിട്ടുണ്ട്, അച്ഛൻ അങ്ങോട്ട് പോകാമോ എന്ന് ചോദിച്ചു.
ഒരു ഷെഡ് വെച്ച് കിട്ടുന്ന അവിടെ യാതൊരു ജീവിത സൗകര്യങ്ങളുമില്ല, താമസ സൗകര്യങ്ങളുമില്ല, ഒന്നുമില്ലാത്ത ഒരു എന്തെന്നാ പറയുന്നത്, സാധാരണ വഴിയേക്ക് പോകുന്ന ആൾക്കാർക്ക് പോലും ഉള്ള സൗകര്യങ്ങളും ഇല്ലാത്ത വിധത്തിലുള്ള ഒരു ദരിദ്രമായ അവസ്ഥയിലായിരുന്നു. പക്ഷേ ഞാൻ പിതാവിനോട് ചോദിച്ചു, അച്ഛൻ കൊണ്ട് പോകാമെന്നാണ് ചോദിച്ചത്. ഞാൻ പിതാവിനോട് പറഞ്ഞു, പിതാവ് എന്നോട് എന്തിനാ ചോദിക്കുന്ന, പിതാവ് ഇവിടെ എന്ത് പറഞ്ഞാലും ഞാൻ ചെയ്യാൻ തയ്യാറാണ്. അത് കേട്ട് ചിരിച്ചുകൊണ്ട് പിതാവ് പറഞ്ഞു, എന്നൊരു കാര്യം, അച്ഛൻ ധൈര്യമാണെങ്കിൽ അച്ഛൻ അങ്ങോട്ട് പൊക്കോ, ഞാൻ അച്ഛൻ കൽപ്പന അയച്ചേക്കാമെന്ന് പറഞ്ഞു. ഞാൻ അവിടെ ചെന്നു. ഓരോ ദിവസങ്ങൾ കഴിയും തോറും കർത്താവിൻ്റെ അത്ഭുതകരമായ ഇടപെടലുകളാണ് അവിടെ എനിക്ക് അനുഭവിക്കാൻ സാധിച്ചത്. അവിടെ അത് വളർന്ന് അവിടെ എല്ലാ സംവിധാനങ്ങളും ഉണ്ടായി. പള്ളി ഉണ്ടായി, പള്ളിമേട ഉണ്ടായി, സെമിത്തേരി ഉണ്ടായി, കപ്പേള ഉണ്ടായി, മതിൽ ഞാൻ പോരുന്നതിൻ്റെ തലയാഴ്ചയിൽ ആ മരത്തോരുടെ ഇടവക ഒരു സ്വതന്ത്ര ഇടവകയായിട്ട് മെത്രാപ്പൊലീത്ത പ്രഖ്യാപിച്ചു. അതിനുമാത്രം അത് ഞാൻ ഒരു ചെറ്റക്കുടിലേക്കാണ് ഞാൻ അവിടെ കയറി ചെന്നത്. പക്ഷേ അവിടെ ഞാൻ 5-ാം വർഷം അവിടെ തിരിച്ചു പോരുന്നത് ഒരു ഇടവപ്പള്ളിയുടെ വികാരി എന്ന നിലയ്ക്ക് അവിടെ തിരിച്ചു പോരും ഇടവപ്പള്ളിയായിട്ട് ഉയർത്തി. ഞാൻ ആ കാലത്ത് അധികം നാളും നടക്കാൻ പോലും വയ്യാത്തത് ഞാനൊരു രോഗിയായിരുന്നു. പക്ഷേ ഇന്ന് ഞാൻ അത്ഭുതത്തോടെ ചിന്തിക്കുകയാണ്, ദൈവം എത്രമാത്രം അനുഗ്രഹത്തിൻ്റെ വഴിയിലൂടെ നിന്ന് കൈപിടിച്ച് നടത്തിയെന്ന്. അത് മറ്റൊന്നുമല്ല, പരിശുദ്ധ കുർബാനയും എൻ്റെ മെത്രാപ്പൊലീത്തയായിട്ടുള്ള എൻ്റെ പരിപൂർണമായിട്ടുള്ള വിധേയത്വവും അനുസരണവും മാത്രമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഇത്ര ധൈര്യത്തോടെ ഞാൻ പറയുന്നത്, അനുസരണം അനുഗ്രഹത്തിൻ്റെ വഴിയാണെന്ന്. അനുസരണത്തെ പിന്നിൽ ഒരു നിധി മറഞ്ഞിരിപ്പുണ്ട്, അനുഗ്രഹത്തിൻ്റെ നിധിയാണ്. നമ്മൾ നമ്മുടേതായ ആ കണക്കുകൂട്ടുകളെല്ലാം മറന്നുകൊണ്ട് അനുസരണത്തിൻ്റെ വഴിയിലേക്ക് നമ്മെ തന്നെ സമർപ്പിക്കുമ്പോൾ, പരിശുദ്ധ മറിയം പറഞ്ഞതുപോലെ ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞുകൊണ്ട് മറിയം തന്നെ തന്നെ സമർപ്പിച്ചപ്പോൾ അനുഗ്രഹത്തിൻ്റെതായ കവാടം അവിടെ തുറക്കപ്പെടുകയായിരുന്നു. ആ അനുഗ്രഹമായി ഇന്നും നമ്മൾ അനുഭവിക്കുക. എന്നതുപോലെ നമ്മുടെ സഭയോടും സഭാധികാരിയോടുമുള്ള വിധേയത്തിന് ഫലമായിട്ട് പരിപൂർണമായ അനുസരണത്തിൽ നമ്മെ തന്നെ നമ്മൾ സമർപ്പിക്കുമ്പോൾ നമ്മുടെ കാഴ്ചപ്പാടിൽ നിന്നും അകലെ നിൽക്കുന്ന അനുഗ്രഹത്തിൻ്റെ ആ വലിയ ഒഴുക്ക് നമ്മുടെ ജീവിതത്തിലും പ്രവർത്തനം വന്ന് നിറഞ്ഞ് നമ്മുടെ ജീവിതം വലിയൊരു അനുഗ്രഹത്തിൻ്റെ നിറവായിട്ട് മാറും. ആ അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് ഇത്രയും ചങ്കൂറ്റത്തോടെ എനിക്ക് പറയാൻ സാധിക്കുന്നത്. അനുസരണം ഒരു പരാജയമല്ല, അനുസരണത്തിന് ഒരു നിധിയുണ്ട്. ആ നിധി ഏറ്റുവാങ്ങാൻ നമ്മൾ വിനയപൂർവ്വം അനുസരിക്കുക. ആ അവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമ്മളെല്ലാവരുടെയും ജീവിതം സമാധാനമാകും, സന്തോഷമാകും, സമൃദ്ധിയാകും. അത് തകർന്നു കഴിഞ്ഞാൽ എല്ലാ ഇടവുകളും പരസ്പരം ചിന്ന ഭിന്നമായി പൊട്ടിത്തകർന്ന കണ്ണാടി പോലെയായി തരും. അത് കൂട്ടിപ്പിടിപ്പിക്കാൻ നമ്മളെ കൊണ്ട് ആർക്കും സാധിക്കുകയില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രിയപ്പെട്ട അച്ഛന്മാരെ, നമ്മുടെ പരിമിതമായ മാനുഷികമായ ഈ ചിന്താഗതികളും അഭിപ്രായങ്ങളും എല്ലാം വെടിഞ്ഞുകൊണ്ട് ദൈവം നമുക്ക് വേണ്ടി ഒരുക്കുന്ന അളവറ്റ അനുഗ്രഹത്തെ മുന്നിൽ കണ്ടുകൊണ്ട് അത് പ്രാപിക്കാൻ വേണ്ടി നമ്മൾ വിനയപൂർവ്വം തലകുനിക്കുക. അപ്പോൾ തീർച്ചയായിട്ടും ശക്തനായ കർത്താവിൻ്റെ ആത്മാവ് നമ്മിൽ വന്ന് നിറയും. അതോടുകൂടി നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും അനുഗ്രഹസമ്പന്നമാകും. മാനുഷികമായ ഭാഷകൾ വിവരിക്കാനാവാത്ത വിധത്തിൽ നമ്മുടെ ജീവിത അനുഗ്രഹത്തിൻ്റെ നിറവിലേക്ക് ഉയരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ ദിവസം നമുക്ക് വരുമെന്നുള്ള കാര്യം തീർച്ചയാണ്. അതിനുവേണ്ടി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ അതിരൂപതയിലെ വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരുപാട് ആളുകൾ ഞാൻ ചുമതലപ്പെടുത്തിയിട്ടുമുണ്ട്. അവരുടെ പ്രാർത്ഥനയുടെയൊക്കെ ഫലമായിട്ട് തീർച്ചയായിട്ടും നമ്മുടെ അതിരൂപത ഏറെ താമസിയാതെ വലിയ സന്തോഷത്തിൻ്റെയും വലിയ സമാധാനത്തിൻ്റെയും വലിയ കൂട്ടായ്മയുടെയും ആ ഒരു അനുഭവത്തിൽ നമ്മുടെ അതിരൂപത എത്തിച്ചേരും. അങ്ങനെ മറ്റ് 34 രൂപതകളോടൊപ്പം എറണാകുളം അങ്കമാലി അതിരൂപതയും ഒട്ടും പിന്നിലല്ലാത്ത ആ ഒരു അവസ്ഥയിൽ എത്തിച്ചേരും. നമുക്കതിനായിട്ട് പ്രാർത്ഥിക്കാം. എറണാകുളം അങ്കമാലി അതിരൂപത മഹത്തായ ഒരു പാരമ്പര്യമുള്ളൊരു അതിരൂപതയാണ്. ഇപ്പോൾ അച്ഛൻ പറഞ്ഞു 50 വർഷമായി അച്ഛൻ സഭാ നേതൃത്വത്തോട് ചേർന്ന് നിൽക്കുന്നു, അധികാരികളെ അനുസരിക്കുന്നു. എന്നാൽ ഇപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ ചെറിയൊരു വിഭാഗം സഭാ നേതൃത്വത്തോട് മറുതലിച്ച് നിൽക്കുന്നു. അവർ നൽകുന്ന കൽപ്പനകളെയൊക്കെ പലപ്പോഴും ധിക്കരിക്കുന്ന ഒരു മനോഭാവം ഉണ്ടാകുന്നു. സഭയോടൊപ്പം നിന്ന ഒരു വൈദികൻ എന്ന നിലയിൽ, സഭാധികാരികളെ സ്നേഹിച്ച അവരുടെ അധികാരത്തോട് വിധേയപ്പെട്ട ഒരു വൈദികൻ എന്ന നിലയിൽ, ഇത്തരം വൈദികരെ ചെറിയൊരു വിഭാഗമാണെങ്കിൽ പോലും അവരുടെ ഒരു പ്രവൃത്തികളൊക്കെ കാണുമ്പോൾ അച്ഛൻ്റെ ഒരു ഹൃദയം വിങ്ങാറുണ്ട്, ഒരു വിഷമം മനസ്സിൽ വരാറുണ്ട്. ഞാൻ പറഞ്ഞ എൻ്റെ വൈദിക ജീവിതത്തിൽ 51 വർഷമായി വൈദികനായിട്ട്. കഴിഞ്ഞ 50 വർഷത്തേക്ക് നോക്കുമ്പോൾ നിറഞ്ഞ സംതൃപ്തിയാണ്. കാരണം കർത്താവ് എന്നെ അനുഗ്രഹത്തിൻ്റെ വഴിയിലൂടെ കൈപിടിച്ച് നടത്തി. ഇപ്പോൾ 1 വർഷമായിട്ട് ഞാൻ വളരെ ദുഃഖാർത്തനാണ്. കാരണം നമ്മുടെ വൈദികർ പലരും ലഭിക്കേണ്ട അനുഗ്രഹം ലഭിക്കാതെ പോകുന്നു. കാരണം സഭയോടും സഭ അധികാരികളോടുമുള്ള ആ ഒരു വിധേയത്വമില്ലായ്മ, അനുസരണയില്ലായ്മ മൂലം അവർ ശുശ്രൂഷ ചെയ്യുന്ന ഇടവുകളിലും ലഭിക്കേണ്ട അനുഗ്രഹം ലഭിക്കാതെ പോകുന്നതിനെ ഓർത്ത് ഞാൻ ഇന്ന് വളരെയേറെ ദുഃഖിച്ച ഓരോ ദിവസം കഴിയുക. എല്ലാ വൈദികർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. ഞാൻ എല്ലാ ദിവസവും കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ്
സ്ത്രീയന്മാർ കത്തിപ്പടർന്നതുപോലെ നമ്മുടെ അതിരൂപത എല്ലാ വൈദികരിലും കത്തിപ്പടർന്ന് എല്ലാ വൈദികരും ആത്മാവിനാൽ നിറഞ്ഞ് അനുഗ്രഹത്തിൻ്റെ നിറവിലേക്ക് എത്തുവാൻ എല്ലാവരെയും ശക്തിപ്പെടുത്തണമെന്ന് എല്ലാ ദിവസവും ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടായിരിക്കുക. തീർച്ചയായിട്ടും പ്രാർത്ഥന കർത്താവ് കേൾക്കുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. കർത്താവിൻ്റെ 12 സ്ത്രീയന്മാർ എന്ത് കഴിവുള്ളവരായിരുന്നു? ഒരു കഴിവില്ലാത്തവരായിരുന്നു. ആ കഴിവില്ലാത്ത സ്ത്രീയന്മാരുടെ മേലാണ് കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് കത്തിപ്പടർന്നപ്പോഴേക്കും അവർ കഴിവുറ്റവരായിട്ട്. ഇതുപോലെ നമ്മുടെ അതിരൂപതയിലെ ഇന്ന് ഏതെങ്കിലും കാരണം പറഞ്ഞ് വിമിഷ്ടത്തോടെ അനുസരണത്തിൻ്റെ പാതയിൽ നിന്ന് അകന്നു നിൽക്കുന്ന അച്ഛന്മാർ തീർച്ചയായിട്ടും ഈ അനുസരണത്തിൻ്റെ പാതയിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും അവരുടെ പ്രവർത്തനങ്ങളെല്ലാം ആത്മാവ് കത്തിപ്പടരുന്ന അനുഭവം ഉണ്ടാകും എന്ന് തീർച്ചയാണ്. അതിനുവേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അച്ഛാ, എങ്കിൽ പോലും ഈ ചെറിയൊരു വിഭാഗം വൈദികരും പലപ്പോഴും അതിനനുസരിക്കാത്തൊരു മനോഭാവം സ്വീകരിക്കുന്നു. എന്തുകൊണ്ടായിരിക്കും? എന്തെങ്കിലും എക്സ്റ്റേണൽ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ഇൻഫ്ലുവൻസിൽ അവർ പെട്ടു പോകുന്നുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്നുണ്ടോ? അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ അച്ഛൻ്റെ മനസ്സിൽ അതിനെപ്പറ്റി എന്താണ് പറയാനുള്ളത്? എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഒരു കൂട്ടായ്മയെ കൂടി ഇങ്ങനെ പോവുകയാണ്. ആ കൂട്ടം വിട്ടു പോയി കഴിഞ്ഞാൽ ഒരുപക്ഷെ എങ്ങനെയാകും എന്നൊക്കെ ഒരു മനോഭാവവും പേടിയാണ് അവരെ പിന്നെ ഉള്ളതെന്ന് എനിക്ക് തോന്നുന്നത്. അതുതന്നെയല്ല, ഞാൻ അറിയുന്നത് ചില ഭരണ പള്ളികളിലൊക്കെ ഭരണവികാരിമാർ ഇവരെ നിർബന്ധമായിട്ടും കൂട്ടം വിട്ടു ഒരുമിച്ച് നിൽക്കണം, ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം എന്ന് പറഞ്ഞൊക്കെ അവരെ ഇങ്ങനെ പ്രേരിപ്പിച്ച് നിരന്തരം ഫോഴ്സ് ചെലുത്തിക്കൊണ്ടിരിക്കുന്നതായിട്ട് അറിയുന്നു. അപ്പം അതുകൊണ്ട് കൂടെയൊക്കെ പേടിച്ചിട്ട് അധികം കൊച്ചന്മാരൊക്കെ ഈ ഭരണവികാരിയും മറ്റുള്ള ആ കൂട്ടായ്മയിൽ എല്ലാവരും കൂടി ഇങ്ങനെ ഭീഷണിപ്പെടുത്തുമ്പോഴേക്കും അതിൽ നിന്ന് പിന്തിരിഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവിക്കാൻ പോകുന്നത് എന്നൊക്കെ ഉള്ള ഒരു ആകുലതയിൽ അവരിങ്ങനെ വീണ്ടും ആ പഴയ അനുസരണക്കേട്ടിലുള്ള ശൈലി തന്നെ തുടരുന്നതായിട്ട് എനിക്ക് തോന്നുന്നു. അല്ലാതെ നമ്മൾ കത്തോലിക്കാ സഭയിൽ നമ്മൾ 34 രൂപതകളിലും കൊച്ചന്മാരും ഉണ്ട്, വലിയച്ചന്മാരും ഉണ്ട്, ഇടത്തപ്രായം എല്ലാവരും ഉണ്ട്. അവരൊക്കെ അനുസരിച്ചല്ലേ പോരുന്നത്. അവർക്ക് എന്തെങ്കിലും അപകടം സംഭവിക്കുന്നുണ്ടോ? ഒന്നുമില്ല. അവർക്ക് എന്തെങ്കിലും ഇതിൻ്റെ പേര് ദുഃഖിക്കേണ്ടി വരുന്നുണ്ടോ? ഒന്നുമില്ല. അപ്പോൾ പിന്നെ ഇവിടെ നമ്മളിങ്ങനെ ചിന്തിക്കുന്നത് ഈ ഒറ്റക്കെട്ടായിട്ട് നിൽക്കുന്നത് കൊണ്ട് കൂട്ടം വിട്ടു പോയി കഴിഞ്ഞാൽ ഇനി കൂടെ നിൽക്കുന്ന വല്ല ഭരണവിചാരിച്ചോ അല്ലെങ്കിൽ മറ്റുള്ള ആരെങ്കിലും നമ്മളെ ഭീഷണിപ്പെടുത്തുമോ, സഹകരിക്കാതെ വരുമോ, ഇങ്ങനെയൊക്കെയുള്ള ഒരു ചിന്തകളാണ് ഇവരെ അലട്ടുന്നത് എന്ന് ഞാൻ കരുതുന്നു. അല്ലാതെ അനുസരിച്ചുകൊണ്ട് വേറെ ഒന്നും സംഭവിക്കാനില്ല.